ഡോക്ടർ ജയകുമാർ, SP മെഡിഫോർട്ട് ഹോസ്പിറ്റലിലെ ഗ്യാസ്ട്രോഎൻട്രോളജിസ്റ്റാണ്. ഇന്ന് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് വർദ്ധിച്ചു വരുന്ന ഒരു രോഗാവസ്ഥയെക്കുറിച്ചാണ്. ലിവർ സിറോസിസ് എന്നുള്ളതാണ് ഈ രോഗത്തിൻ്റെ പേര്. ലിവർ സിറോസിസ് എന്ന് വെച്ചാൽ ലിവർ കല്ലിച്ച് ഒരു ഹാർഡനായി പോകുന്ന ഒരവസ്ഥയാണ്. നോർമലായിരിക്കുന്ന ആ അവസ്ഥയിൽ നിന്നും ഹാർഡൻഡ് ആകുമ്പോൾ അതുകൊണ്ട് വരുന്ന കോംപ്ലിക്കേഷൻസ് എന്താണ്, ഇതിൻ്റെ കാരണങ്ങളൊക്കെ എന്തൊക്കെയാണ്, ഇതിനെ എങ്ങനെ പരിഹരിക്കാമെന്നുള്ള കാര്യങ്ങളാണ് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ലിവർ കഠിനമായി പോകുമ്പോൾ ലിവറിലോട്ട് കടന്നു വരുന്ന ബ്ലഡ്, കുടലിൽ നിന്ന് വരുന്ന ബ്ലഡ് അതുവഴി ഫ്രീ ആയിട്ട് കടന്നു പോകാൻ പറ്റാതെ അന്നനാളം വഴിയും ആമാശയം വഴിയൊക്കെ ഏറെ വഴി കണ്ടുപിടിച്ച് ഹാർട്ടിലോട്ട് കടന്നു പോകേണ്ടി വരുന്ന ഒരവസ്ഥ വരുന്നു. ഇതിന് പോർട്ടൽ ഹൈപ്പർ ടെൻഷൻ എന്ന് പറയാറുണ്ട്. ഇത് വരുന്നതുകൊണ്ടുള്ള പ്രശ്നമെന്ന് വെച്ചാൽ വേറെ വഴി കടന്നു വരുമ്പോൾ ആ രക്തനാളങ്ങൾ വീർത്ത് പൊട്ടി അമിതമായിട്ട് രക്തം ഛർദ്ദിക്കുന്ന ഒരവസ്ഥയാണ്. ഇത് മാത്രമല്ല, ഈ കരൾ ചുരുങ്ങിയും പോകുന്നതോടൊപ്പം കരളിൻ്റെ പ്രവർത്തനശേഷിയും കുറഞ്ഞു പോകുന്നുണ്ട്. കരളിന് ഏതാണ്ട് 500-ൽ പരം ജോലികളുള്ളതായിട്ടാണ് കണക്കാക്കപ്പെട്ടിട്ടുള്ളത്. അങ്ങനെയുള്ളപ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള വിഷാംശങ്ങൾ മാറ്റുന്നത്, ധാരാളം ഹോർമോൺസ്, എൻസൈംസ്, പ്രോട്ടീൻസ് ഉൽപ്പാദനം, നമ്മുടെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്ന അല്ലെങ്കിൽ നിലനിർത്തുന്ന ഇത്തരത്തിലുള്ള ധാരാളം പ്രവർത്തനങ്ങൾ കരൾ ചെയ്യുന്നുണ്ട്. ഇതെല്ലാത്തിനും മാറ്റം വരികയാണ്. ഇതിൻ്റെ പേരിൽ രോഗികൾക്ക് പിന്നത്തേതിൽ വയറിനകത്ത്, ഉദരത്തിൽ ധാരാളം വെള്ളം കെട്ടി ലിറ്റർ കണക്കിന് വെള്ളം കുത്തിയെടുക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ വരുന്നുണ്ട്. ഇത് മാത്രമല്ല, രോഗികൾക്ക് മഞ്ഞപ്പിത്തം, കൂടെ പനി, ഓർമ്മ നഷ്ടപ്പെട്ടു പോകുന്ന ഒരവസ്ഥ, പിന്നെ ഇതിൽ അപ്പുറമായിട്ട് കരളിലേക്ക് ലിവർ ക്യാൻസർ വരാനുള്ള സാധ്യതയും ഈ രോഗം മുഖാന്തരം വരുന്നു. ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിലോട്ട് എത്തിപ്പെടുന്നത് ഏതാനും ചില മാസങ്ങൾ കൊണ്ടല്ല, വർഷങ്ങളെടുത്ത്, ഏകദേശം 5 തൊട്ട് 15 വർഷത്തോളം എടുത്തുകൊണ്ടാണ് ഈ ഒരു അവസ്ഥയിലോട്ട് നോർമലായിരിക്കുന്ന കരൾ എത്തിപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്കിത് നല്ലൊരു ശതമാനം ആളുകൾക്ക് ഈ രോഗത്തെ, ഈ അവസ്ഥയിൽ എത്തിപ്പെടാതെ മുൻകൂട്ടി കണ്ടുപിടിച്ച് തടയുവാൻ സാധിക്കുന്ന ഒരു അവസ്ഥയാണ്. ലേറ്റ് സ്റ്റേജിൽ കണ്ടുപിടിച്ചത് കൊണ്ട് ഫലപ്രദമായ ചികിത്സകളൊന്നും കൊടുക്കാൻ പറ്റാത്തൊരു അവസ്ഥയിലാണ് നാം കാണുന്നത്. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് കരള് മാറ്റിവെക്കുക, അല്ലെങ്കിൽ ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ എന്നുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കുക എന്നുള്ളത് മാത്രമാണ്. എന്താണ് ഈ രോഗത്തിന്റെ മുഖ്യമായ കാരണങ്ങൾ? ഒന്ന്, അമിതമായ മദ്യപാന ദുരുപയോഗം. നമുക്ക് എല്ലാവർക്കും അറിയാം, മദ്യപാനികൾക്ക് ധാരാളം പേർക്ക് ഈ രോഗാവസ്ഥ വന്ന് അവരുടെ ജീവിതം തന്നെ ദുരിതത്തിലാകുന്ന ഒരു അവസ്ഥയാണ് നാം കാണുന്നത്. അതുകൊണ്ട് മദ്യപാനം നമ്പർ 1 കോസാണ്. രണ്ടാമത്തേത് ഇപ്പോൾ വർദ്ധിച്ച് കാണുന്ന ഫാറ്റി ലിവർ ഡിസീസാണ്. അത് നമ്മുടേതായ ഭക്ഷണ രീതിയിലുള്ള മാറ്റങ്ങൾ, അമിതമായിട്ടുള്ള കാർബോഹൈഡ്രേറ്റ്, സ്വീറ്റ്സ്, മറ്റും ഫാറ്റി ഫ്രൈഡ് ഐറ്റംസ്, അങ്ങനെയുള്ള ഫുഡ് ഹാബിറ്റ്സ് കൊണ്ടും സെഡൻറ്ററി ലൈഫ് സ്റ്റൈല്, കൂടുതൽ വ്യായാമമൊന്നുമില്ലാതെ ഉള്ള ഒരു ജീവിതശൈലിയും ഒക്കെ ആയിട്ട് അളവിൽ കൂടുതൽ ഫാറ്റ് നമ്മുടെ ശരീരത്തുണ്ടായിട്ട് അതിൻ്റെ സകല ഭാരവും ലിവർ തന്നെ, അതിനകത്ത് ലിവർ സെൽസിനകത്ത് ധാരാളം ഫാറ്റ്സ് ഗ്ലോബ്യൂൾസ് ഉണ്ടായിട്ട് അതിൻ്റെ ടോക്സിക് എഫക്ട്സ് കൊണ്ട് ലിവറിൽ വരുന്ന ചേഞ്ചസ് ആണ് വേറൊരു കാരണം. മൂന്നാമതായത് ഹെപ്പറ്റൈറ്റിസ് B and C. ഈ വൈറസ് കൊണ്ട് നമ്മൾ ധാരാളം പേർക്ക് അൺഡിറ്റക്റ്റഡ് ആയിട്ട് കാണപ്പെടുന്നുണ്ട്. ഈ B and C നമ്മൾ നേരത്തെ കണ്ടുപിടിക്കാമെങ്കിൽ അതിൻ്റെതായ കറക്റ്റ് ട്രീറ്റ്മെൻറ്റ് ചെയ്തു കഴിഞ്ഞാൽ ഈ വൈറസിനെ പൂർണ്ണമായിട്ടും ഒഴിവാക്കി കരളിനെ സംരക്ഷിക്കാൻ സാധിക്കുന്നതാണ്. ഫാറ്റി ലിവറിൻ്റെ കാര്യത്തിൽ പറയുമ്പോൾ അമിതവണ്ണമുള്ള ആളുകൾക്ക് ഹൈ റിസ്ക് ആണ്. അതുപോലെ ഡയബറ്റിസ്, പ്രമേഹ രോഗികൾക്കും ഇത് കൂടുതലായിട്ട് കാണുന്ന ഒരവസ്ഥയാണ്. അതുകൊണ്ട് ഡയബറ്റിസ് രോഗമുള്ളവർ അതിനെ കൃത്യമായിട്ട് കണ്ടുപിടിച്ച് അതിൻ്റെതായ കറക്റ്റ് ട്രീറ്റ്മെൻറ്റ് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോയില്ലെങ്കിൽ ഈ ഒരു കോംപ്ലിക്കേഷനിൽ എത്തിപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. ഇതിൻ്റെതായ കോംപ്ലിക്കേഷൻ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ദുരിതം അനുഭവിക്കുന്നവർക്ക് മാത്രമല്ല, അവരുടെ വീട്ടിലുള്ളവർക്കും വല്ലാത്തൊരു സ്ഥിതിവിശേഷത്തിൽ പോകുന്നതാണ്. അതുകൊണ്ട് എല്ലാവരും ഈ ലിവർ ഹൈ റിസ്ക് പേഷ്യൻസ് ആയിട്ടുള്ള എല്ലാവരും പൂർണ്ണ മനസ്സോടെ ഇക്കാര്യത്തിൽ ശ്രദ്ധ ചെലുത്തുകയാണെങ്കിൽ ലിവറിൻ്റെ രോഗമില്ലാത്തൊരവസ്ഥയിലോട്ട് എത്തിച്ചേരാൻ സാധിക്കും. ഇത്തരത്തിലുള്ള കരൾ രോഗത്തിൻ്റെതായ എല്ലാ രോഗ സ്റ്റേജസിനെ കുറിച്ചുള്ള നിർണ്ണയവും അതിൻ്റെതായ ചികിത്സാ സമ്പ്രദായങ്ങളെല്ലാം SP മെഡിഫോർട്ട് ഹോസ്പിറ്റലിൽ ലഭ്യമാണ്. SP Medifort. You first, always.